നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്ത കഥകൾ പറയുകയും അതായത് 10-20 പ്രാവശ്യം ഞാൻ തന്നെ എഴുതി എല്ലാ മാഗസീനിലും അല്ലെങ്കിൽ ഒരു ചെറിയ പുസ്തക രൂപേണ പോലും ഞാൻ എഴുതി ലോകം മുഴുവൻ അറിഞ്ഞ കാര്യങ്ങൾ 50 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്തിട്ട് എഴുതണമെങ്കിൽ അവന് വായിക്കാൻ വേറെ ആളെ കിട്ടുന്നില്ല. കാരണം അവൻ്റെ നല്ലത് എഴുതുന്ന ഭാഷ ശരിയല്ല, അവനത് അറിഞ്ഞുകൂടാ, അവന് അറിയാവൂ. അപ്പോൾ അത് എഴുതിയെങ്കിലേ റേഷൻ വാങ്ങിക്കാനുള്ള കാശ് കിട്ടുള്ളൂ, അതാണ് അതിന് സത്യം. അപ്പോൾ അവർ ആ ലൈനിൽ ഫോക്കസ് ചെയ്യും. അവർക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ അറിയാൻ വയ്യ. ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, നല്ല കാര്യം. ഇപ്പം തന്നെ ഇവിടെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾക്ക് സമരമുണ്ട്. എല്ലാ സമരങ്ങളും അയ്യോ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ശരിയാണ്, ചില കാര്യങ്ങൾ നമ്മൾ അതിനെതിരെ ശബ്ദമുയർത്തി നല്ല കാര്യങ്ങൾ നടത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കണം. പക്ഷേ ആരോ പറയുന്ന കൂട്ട് ഈശ്വര അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ, ഇവിടെ ചെന്നപ്പോൾ ഇങ്ങനെ, അതങ്ങനെ പറയാമോ ഇങ്ങനെ പറയാമോ എന്ന് നമ്മൾ ഒരാളെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിന് മുൻപ് എങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ എനിക്ക് 71 വയസ്സായി, 71ാമത്തെ പിറന്നാളാണ് അടുത്തത്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഒരു ഭരണം, ഒരു പ്രത്യേക പാർട്ടി ഭരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന കുറ്റങ്ങൾ പ്രതിപക്ഷം എന്ന് പറയുന്ന വിഭാഗം ചൂണ്ടിക്കാണിക്കും. നാളെ ഇവരവിടെ കയറിയിരിക്കുമ്പോൾ വേറൊരു ഇവരായിരിക്കും നേരെ തിരിച്ച് സംഭവിക്കുന്നത്, അല്ലേ? അപ്പൊ എല്ലാവർക്കും കുറ്റങ്ങളുണ്ട്.